ട്രെയിനിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ യാത്രക്കാർ ഭീതിയോടെ നോക്കിക്കാണുന്ന മൂന്നാം മോദി സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ ഗുരുതരമായ ട്രെയിൻ അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി രാജ്യത്ത് അരങ്ങേറുന്നതും. പറയാതെ വയ്യ, അധികാരത്തിൽ എത്തിയത് മുതൽ റെയിൽവേയുടെ സ്വകാര്യവൽക്കരണത്തിൽ, കച്ചവടവൽക്കരണത്തിലാണ് മോദിയുടെ ഊന്നൽ. ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ട്രെയിൻ അപകട കണക്കുകൾ കേന്ദ്ര സർക്കാർ ഗൗരവത്തിൽ പരിഗണിച്ചിട്ടേയില്ല. കഴിഞ്ഞ വർഷം ഒഡീഷയിലെ ബാലസോറിൽ 200-ൽ ഏറെ പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം മോദി സർക്കാരിന്റെ കണ്ണ് തുറന്നതേയില്ല. കൂട്ടിയിടി ഒഴിവാക്കാൻ കവച് എന്ന ഒരു തദ്ദേശീയ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കിയതായി റെയിൽവേ മന്ത്രിയടക്കം ഏറെ കൊട്ടിക്കൊഴിച്ചു. പക്ഷെ അത് വാക്കുകളിൽ മാത്രം, ഒരിടത്തും അത് തീവണ്ടികളിൽ കണ്ടില്ല. വന്ദേ ഭാരത് ട്രെയിനുകൾക്കായി ചട്ടങ്ങൾ വഴിമാറ്റിയതും സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ചതുമൊക്കെയാണ് മറ്റൊരു ട്രെയിൻ അപകടത്തിന് രാജ്യം വീണ്ടും സാക്ഷിയായി വന്നിരിക്കുന്നത്. അധികാരത്തിലേറി ഒരു മാസമാകുന്നതിന് മുമ്പ് ഒരു അപകടം മോദി സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ്. വന്ദേ ഭാരത് പീഡനത്തിന് പിന്നിലും കച്ചവട കയറ്റുമതി താല്പര്യങ്ങൾ തന്നെ. എന്താണ് മോദി എന്ന് പറഞ്ഞത്? ഇന്ത്യൻ റെയിൽവേയിലെ യാത്ര ഇപ്പോൾ സുഖകരമായ അനുഭവമായി മാറുകയാണെന്ന്. സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തിൽ വലിയ പുരോഗതിയാണ് റെയിൽവേ കൈവരിക്കുന്നതെന്ന്. ഓരോ വന്ദേ ഭാരത് ട്രെയിനും ആധുനിക ഇന്ത്യയെ കോർത്തിണക്കുകയാണെന്നും രാജ്യത്തിന്റെ പുരോഗതിയുടെയും ആത്മനിർഭരതയുടെയും പ്രതീകമായി ഓരോ വന്ദേ ഭാരത് ട്രെയിനും മാറുകയാണെന്നും. ഇതാണ് 2021 ജനുവരി 15 സെക്കന്ദരാബാദ് വിജയവാഡ വന്ദേ ഭാരത് സർവീസ് തുടക്കമിട്ടുകൊണ്ട് മോദി പറഞ്ഞത്. വന്ദേ ഭാരതിന്റെയും അമൃത് സ്റ്റേഷനുകളുടെയും ഒക്കെ തിളക്കത്തിൽ നരേന്ദ്രമോദി സർക്കാർ മറന്നുപോയ ഒന്നുണ്ട്: യാത്രക്കാരുടെ സുരക്ഷ, മനസമാധാനം. അതാണ് ഇപ്പോൾ യാത്രക്കാരുടെ മനസമാധാനം കെടുത്തുന്നതും. സുരക്ഷയെടുക്കാൻ റെയിൽവേയുടെ മറ്റ് അടിയന്തര ആവശ്യങ്ങളെല്ലാം വന്ദേ ഭാരതിനായി മാറ്റിവെക്കുന്നു. ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ട്രെയിൻ അപകട കണക്കുകൾ സർക്കാർ ഗൗരവത്തിൽ പരിഗണിച്ചതേയില്ല. CAGയുടെ മുന്നറിയിപ്പും സിഗ്നലിംഗ് സംവിധാനത്തിലെ ഗുരുതരമായ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ കത്തുകളുമെല്ലാം റെയിൽവേ ഭവനിലെ ചവിട്ടുകുട്ടയിൽ സർക്കാർ തള്ളി. 300ഓളം പേരുടെ ജീവനെടുത്ത ഒഡീഷ ട്രെയിൻ ദുരന്തം റെയിൽ മേഖലയോട് മോദി സർക്കാർ കാട്ടിയ കൊടിയ അനാസ്ഥയുടെ ചിത്രം തന്നെയാണ്. മോദിക്ക് ഇതൊരു ശീലമായി മാറിയിരിക്കുന്നു. പൊതു ബജറ്റിന് മുമ്പായുള്ള പ്രത്യേക റെയിൽ അവതരണം എന്ന് മോദി സർക്കാർ അവതരിപ്പിച്ചോ അന്ന് റെയിൽവേയുടെ കണ്ടകശനിയും തുടങ്ങി യാത്രക്കാരുടെ ഗതികേടും ആരംഭിച്ചു. 2016 മോദി സർക്കാർ പ്രത്യേക റെയിൽ ബജറ്റ് അവസാനിപ്പിച്ച് പൊതു ബജറ്റിന്റെ ഭാഗമാക്കിയത്. അതോടെ മോദി ലക്ഷ്യമിട്ട 2 കാര്യം നടന്നു. ഒന്ന്, തങ്ങളുടെ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാതിരിക്കുക, അത് നടന്നു. 2, റെയിൽ നിരക്കുകളിലെ സുതാര്യത അവസാനിപ്പിച്ച് ഫ്ലെക്സി സമ്പ്രദായം കൊണ്ടുവരിക, തോന്നുന്നതുപോലെ കാശ് വാങ്ങുക, അത് നടപ്പായി. റെയിൽവേ വകുപ്പിലെ നിയമനങ്ങൾ പരമാവധി വെട്ടിക്കുറച്ച് തീവ്ര സ്വകാര്യവൽക്കരണത്തിന്റെ പാത വെട്ടിത്തെളിക്കുകയാണ് മോദി ചെയ്തതും. ഏതാണ്ട് 10 ലക്ഷത്തോളം സർക്കാർ തസ്തിക ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നതിൽ 3.5 ലക്ഷവും റെയിൽവേയിലാണ്. സുരക്ഷാ വിഭാഗത്തിലടക്കം 10,000-കണക്കിന് തസ്തികകൾ ഇല്ലാതാക്കി. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ 15 മുതൽ 16 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് സുരക്ഷാ വിഭാഗത്തിന്. വനിതാ ലോക്കോ പൈലറ്റുമാരടക്കം 12 മണിക്കൂറിൽ താഴെ ജോലി ചെയ്യുന്നവർ വിരലിലെണ്ണാവുന്നവർ. അമിത ജോലിഭാരം സ്വാഭാവികമായും റെയിൽവേയുടെ താളക്രമത്തെ ബാധിച്ചു. ലോക്കോ പൈലറ്റുകൾ ഇപ്പോൾ ചട്ടപ്പടി സമരത്തിലുമാണ്. എന്നാൽ വന്ദേ ഭാരത് ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന തിരക്കിൽ മോദി ഇതൊന്നും ചിന്തിക്കുന്നേയില്ല. ട്രെയിനുകൾ തുടർച്ചയായി പാളം തെറ്റുന്നത് ഗൗരവമായി പരിഗണിച്ച് പരിഹാരം വേണമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റിൽ വെച്ച CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിന്റെ അപര്യാപ്തതയടക്കം പാളം തെറ്റലിന്റെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു ആ റിപ്പോർട്ട്. പക്ഷേ അതൊന്നും പരിഗണിച്ചില്ല. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ കൊട്ടിഘോഷിച്ച് സർക്കാർ കൊണ്ടുവന്ന കവച് പെരുവഴിയിലുമായി. അധികാരത്തിൽ എത്തിയത് മുതൽ റെയിൽവേയുടെ സ്വകാര്യവൽക്കരണത്തിലും കച്ചവടവൽക്കരണത്തിലുമാണ് മോദിയുടെ കണ്ണ്. PPP മാതൃകയുടെ മറവിലാണ് സ്വകാര്യവൽക്കരണത്തിന്റെ ഒളിച്ചുകടത്തൽ. 109 റൂട്ടുകളിൽ ഇതിനകം രാജ്യത്ത് സ്വകാര്യ ട്രെയിനുകൾക്ക് അനുമതിയായി. ഇതിൽ ആദ്യ ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയും ചെയ്തു. 2026 151 സ്വകാര്യ ട്രെയിനുകൾ ഇന്ത്യൻ പാളങ്ങളിൽ ഇറക്കുക എന്നാണ് മോദിയുടെ അപ്രഖ്യാപിത ലക്ഷ്യം. സ്റ്റേഷനുകളിലും സ്വകാര്യവൽക്കരണം തകൃതി. എയർപോർട്ടുകൾക്ക് സമാനമായി റെയിൽവേ സ്റ്റേഷനുകളും യൂസർ ഫീ ഏർപ്പെടുത്തുന്നത് മൂന്നാം മോദി സർക്കാർ ഇപ്പോൾ കാര്യമായി ആലോചിക്കുന്നു. സ്റ്റേഷനുകൾ സ്വകാര്യ കമ്പനികൾക്ക് കുപ്പിവെള്ളം വിൽക്കാനും ഭക്ഷണ സാധനങ്ങൾ വിൽക്കാനും ഒക്കെയായി കൈമാറാനും നീക്കമുണ്ട്. യാത്രയല്ല, വരുമാനമാണ് ഇപ്പോൾ മോദിക്ക് വലുത്. സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന റെയിൽവേ അങ്ങനെ സമ്പന്നരുടെ ആഡംബര യാത്രയ്ക്കുള്ള പാളങ്ങളായി മാറുന്നു. തസ്തികകൾ നികത്താതെ, സുരക്ഷാ പാളിച്ചകൾ പരിഹരിക്കാതെ വന്ദേ ഭാരത് ട്രെയിനുകളെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു മുന്നോട്ട് പോക്ക് അത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് റെയിൽവേ നയിക്കുമെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് നിർമ്മിച്ചെടുക്കുക, അത് നിരത്തിലിറക്കുക എന്നതിലുപരിയായി ആ ട്രെയിനുകളെ രാജ്യത്തിന് പുറത്തേക്ക് കയറ്റുമതി ചെയ്ത് കച്ചവടം ചെയ്ത് കൂടുതൽ പണം നേടുക എന്നൊരു ലക്ഷ്യം കൂടി മോദി സർക്കാരിനും റെയിൽവേ മന്ത്രാലയത്തിനുമുണ്ട്. അതുതന്നെയാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണവും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.